അടുത്ത വർഷം നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിന്റെ മോഡൽ പരീക്ഷയായിരുന്നു ഇന്ത്യക്ക് ഈ ഏഷ്യ കപ്പ്. എന്നാൽ ഈ മോഡൽ പരീക്ഷയിൽ ചോദ്യവും ഉത്തരവുമെല്ലാം അടിമുടി രാഷ്ട്രീയമായിരുന്നു. ഫൈനലിലടക്കം ഏറ്റുമുട്ടിയ 3 തവണയും പാകിസ്ഥാനെ തോൽപ്പിച്ച് 9ാം തവണയും വൻകരയുടെ അപ്രമാദിത്വം ഇന്ത്യ അരക്കെട്ടുറപ്പിച്ചു. ക്രിക്കറ്റ് നിമിഷങ്ങളെക്കാൾ രാഷ്ട്രീയവാദങ്ങളാണ് ഏഷ്യ കപ്പിലെ ആവേശമായിരുന്നത്. ഹസ്തദാന വിവാദത്തിൽ തുടങ്ങി ബഹിഷ്കരണ ഭീഷണിയിലൂടെ മുന്നോട്ടു നീങ്ങി ഏറ്റവും ഒടുവിൽ ട്രോഫി വിവാദത്തിലൂടെ അത് കെടാതെ നിൽക്കുന്നു. അതിനിടയിലാണ് ഇന്ത്യ മറ്റൊരു പരീക്ഷയെ നേരിടാനൊരുങ്ങുന്നത്. അഹമ്മദാബാദിൽ ആരംഭിക്കുന്ന വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പര നിലവിലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര വെല്ലുവിളിയാവില്ല. എങ്കിലും ഒരു ടെസ്റ്റ് പരമ്പരയുടെ മധുരം നുണഞ്ഞിട്ട് വർഷം 1 തികയാറായ ഇന്ത്യക്ക് അതിന്റെ മധുരം ആവോളം നുകരാനുള്ള സുവർണ അവസരമാണിത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഏതാണ്ട് ഉറപ്പിച്ച സമയത്താണ് ഇന്ത്യ കഴിഞ്ഞ വർഷം സ്വന്തം മണ്ണിൽ ന്യൂസിലാൻഡിനോട് 3-0 വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത്. ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി പരാജയപ്പെടുന്നു. അതിന്റെ കൂടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രവിചന്ദ്രൻ അശ്വിനും അപ്രതീക്ഷിതമായി വിരമിക്കുന്നു. തലമുറ മാറ്റത്തിന് ശേഷം അടിമുടി മാറിയ ഇന്ത്യ ശുഭ്മാൻ ഗിൽ എന്ന യുവനായകന് കീഴിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പര കളിക്കുന്നു. ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി എന്ന പുതിയ പേരിലെത്തിയ ആ പരമ്പര 2-2 സമനിലയിൽ അവസാനിച്ചെങ്കിലും ഒരു വീരോചിത പോരാട്ടമാണ് ഇംഗ്ലീഷ് മണ്ണിൽ ഇന്ത്യൻ താരങ്ങളൊക്കെയും കാഴ്ചവെച്ചത്. ഇതോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സർക്കിളിൽ 3ാമതെത്താനും പറ്റി. മറുവശത്ത് 7 വർഷത്തിന് ശേഷമാണ് വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയിലേക്ക് ഒരു ടെസ്റ്റ് പരമ്പര കളിക്കാൻ വരുന്നത്. ഇന്ത്യൻ മണ്ണിൽ അവർ ഒരു ടെസ്റ്റ് പരമ്പര ജയിച്ചിട്ടും 1/4 നൂറ്റാണ്ടായി. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ടെസ്റ്റ് ഫോർമാറ്റിലാണെങ്കിൽ ഏറ്റവും ഒടുവിൽ സ്വന്തം മണ്ണിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ 3-0 ഓസീസിനോട് വൈറ്റ് വാഷ് നേരിട്ടു എന്ന് മാത്രമല്ല, അവസാന ടെസ്റ്റിലെ ഇന്നിംഗ്സിൽ വെറും 27 റൺസിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മാത്രം അവസാനിച്ച അസോസിയേറ്റ് രാജ്യമായ നേപ്പാളിനെതിരെയുള്ള T20 പരമ്പര കൈവിട്ടത് മറ്റൊരു നാണക്കേട്. ഒരു കാലത്ത് ക്രിക്കറ്റിൽ പകരം വെക്കാനില്ലാത്ത പ്രതാപികളായി വിരാജിച്ചിരുന്ന കരീബിയൻ കരുത്തർക്കെതിരെ ഇന്ത്യ ഒരു ഹോം ടെസ്റ്റ് സീരീസ് പരമ്പരക്കിറങ്ങുമ്പോൾ അത് ഒരു കടുത്ത പോരാട്ടമാകുമെന്ന് പ്രതീക്ഷിക്കാത്തത് ഇതുകൊണ്ടൊക്കെയാണ്. എന്നിരുന്നാലും ഇപ്പോഴും ഒരു തിരിച്ചുവരവിന് കെൽപ്പുള്ള ടീം എന്ന നിലയിൽ വിൻഡീസ് എന്ത് അത്ഭുതം കാണിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ താരങ്ങളിൽ ആരൊക്കെ പുതിയ മൈൽ സ്റ്റോണുകളിൽ തൊടുമെന്നതും ആകാംക്ഷയോടെ കാത്തിരിക്കാം.